രണ്ടാമത്തെ മൂല്യം എന്ന് പറയുന്നത് അത് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്. അല്ലെങ്കിൽ നഷ്ടം സഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ചില സമയത്ത് കച്ചവടക്കാരൻ നഷ്ടം സഹിക്കേണ്ടി വരും. അതിൻ്റെ സന്ദർഭം അദ്ദേഹം പറയുന്നത്, ചിലപ്പോൾ ചില കർഷകരായ ആളുകളുണ്ടാകും. അവർ ചിലപ്പോൾ ദരിദ്രരായിരിക്കും. അവർ കൃഷി ചെയ്തുണ്ടാക്കിയ ചില സാധനങ്ങൾ അവർ നമ്മളുടെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സമയത്ത് ആ സാധനത്തിന് എന്താണോ വില അതിനേക്കാൾ കുറച്ച് കൂടുതൽ അവർക്ക് നൽകുന്ന ചില ആളുകളുണ്ടാകും. അതെന്തിനാണ്? അത് അവരുടെ ഒരു ദാരിദ്ര്യം പരിഗണിച്ച് അവരെ സഹായിക്കലാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു കച്ചവടത്തിന്റെ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ അതൊരു നഷ്ടം സഹിക്കലാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ഒരു ആത്മാഭിമാനത്തിന് നല്ലത് അവരൊരു സാധനം കൊടുന്നു തരുമ്പോൾ അതിനൊരു മുന്തിയ വില കൊടുത്ത് അത് അവർക്ക് നൽകുമ്പോൾ അവർക്കും ഒരു ആത്മാഭിമാനം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളും ചിലപ്പോൾ കച്ചവടക്കാരിൽ നിന്ന് ഉണ്ടാവേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.